പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടങ്ങി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് ധ്യാനം. മോദി 45 മണിക്കൂറാണ് ധ്യാനമിരിക്കുന്നത്. വിശദാംശങ്ങൾ കേരള വിഷൻ ന്യൂസ് പ്രതിനിധി നമിത നാരായണൻ നൽകും. നമിത, അവസാന ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണ്. ശനിയാഴ്ച ബൂത്തിലെത്തുന്നു. ആ സമയത്താണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം. അദ്ദേഹം എപ്പോഴാണ് കന്യാകുമാരിയിൽ എത്തിയത്? ഇപ്പോൾ അവിടെ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ധ്യാനം പുരോഗമിക്കുകയാണോ? ലിബീഷ്, അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ ധ്യാനം ആരംഭിച്ചിരിക്കുന്നത്. 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ധ്യാനം നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജൂൺ 1-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായാണ് അദ്ദേഹം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനായി എത്തിയിരിക്കുന്നത്. 2019-ലും സമാന രീതിയിൽ അദ്ദേഹം ഒരു ധ്യാനം നടത്തിയിട്ടുണ്ടായിരുന്നു. കേദാർനാഥിലെ ഗുഹയിലായിരുന്നു അന്ന് അദ്ദേഹം ധ്യാനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിലും അദ്ദേഹം ഒരു ധ്യാനത്തിനായി വിവേകാനന്ദ പാറയിൽ എത്തിയിരിക്കുന്നത്. അതീവ സുരക്ഷയാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിനോടനുബന്ധിച്ച് അവിടെ കന്യാകുമാരിയിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. വ്യോമസേന ഒരുക്കിയ ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം കന്യാകുമാരിയിൽ എത്തിയത്. പറഞ്ഞതിലും 1 മണിക്കൂർ വൈകിയാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തിയതെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നരേന്ദ്രമോദി 4 മണിയോടുകൂടിയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗമായിരുന്നു കന്യാകുമാരിയിലേക്ക് അദ്ദേഹം എത്തിയത്. അവിടെ നിന്നും അല്പസമയം തമിഴ്നാട് സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷമാണ് കന്യാകുമാരിയിലെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. അതിനുശേഷം പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിലാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോയത് ധ്യാനമിരിക്കാനായി. അദ്ദേഹത്തിൻ്റെ ധ്യാനം ആരംഭിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ലിബീഷ്, രാജ്യം അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പ്രധാനമന്ത്രി ധ്യാനത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. ജൂൺ 1-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 57 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലും അവസാന ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്.